Hi everyone, this is Abin from Evika. നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാൻ നമ്മുടെ എല്ലാ ആപ്പിൾ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളും എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ ആപ്പിൾ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതേപോലെ ഒരു ആപ്പിൾ ലവർ ആയതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല ആപ്പിളിന് കുറച്ച് മോശം വശങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ദ ബാഡ് സൈഡ് ഓഫ് ആപ്പിൾ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ആപ്പിളിലെ ബാഡ് സൈഡ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടായിരുന്നു. അതിൽ കുറച്ചധികം നമുക്ക് കമൻസുകളും വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമാണ്, നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൽ അഡ്വർടൈസ്മെൻറ്റ് വരാൻ പോവുകയാണ്. നമ്മുടെ ആപ്പിളിൽ iOS, macOS, watchOS, tvOS എന്നീ പറഞ്ഞ കുറേ അധികം സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ iOSലേക്ക് നോക്കുകയാണെങ്കിൽ iOS എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ് ക്ലീൻ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന്. ഈ ഒരു ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ iOSനെ മാറ്റി നിർത്തുന്നതും ഈ സെയിം കാര്യം തന്നെയാണ്, നമ്മുടെ ഈ പറയുന്ന ക്ലീൻ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു ബ്ലോഡ് വെയറോ അഡ്വർടൈസ്മെൻറ്റോ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം തന്നെ ഓൾറെഡി ആപ്പിൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ പറയുന്ന ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മുടെ ആപ്പുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെർച്ച് റിസൾട്ടിൽ ഒരു AD എന്ന പേരിൽ അഡ്വർടൈസ്മെൻറ്റ് ആപ്പിൾ ഇപ്പോൾ തന്നെ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ആപ്പിൾ ഒരു 3 ട്രില്യൺ കമ്പനി ആയിട്ടും ഇപ്പോഴും ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്, അതായത് ആപ്പിളിലെ സ്വന്തം ആപ്ലിക്കേഷനിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ TV-യിൽ ആപ്പിൾ TV-യിൽ അഡ്വർടൈസ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ ആപ്പിൾ ബേസ്ഡ് ആയ ഓരോ ആപ്പിലും നമുക്ക് ഇനി മുതൽ ഓരോ അഡ്വർടൈസ്മെൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ചിപ്സെറ്റ്. നമ്മുടെ ഇത്രയും നാളിറങ്ങിയ എല്ലാ ഡിവൈസുകളും, അതായത് പ്രോ സീരീസും നോൺ പ്രോ സീരീസും എങ്ങനെയാണ് മനസ്സിലാക്കിക്കൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഡിവൈസിൻ്റെ ആ ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ വലിപ്പം എന്നീ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രോ സീരീസും നോൺ പ്രോ സീരീസും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വട്ടം ഇറങ്ങിയ iPhone 14 സീരീസിൽ ആപ്പിൾ കൊണ്ടുവന്ന ഒരു വലിയ മാറ്റമാണ് ഈ പറയുന്ന ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ iPhone 14, അതായത് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും പുതിയ മോഡലായ iPhone 14-ൽ ലാസ്റ്റ് ഇയർ ഇറങ്ങിയ ഐഫോണിൻ്റെ ആ ഒരു A15 ബയോണിക് ചിപ്സെറ്റ് തന്നെയാണ് ആപ്പിൾ ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആപ്പിളിൻ്റെ iPhone 14 പ്രോയിലാണ് 4 നാനോമീറ്ററിൻ്റെ ആർക്കിടെക്ചർ വരുന്ന A16 ബയോണിക് ചിപ്സെറ്റ് ആപ്പിൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോയും നോൺ പ്രോ സീരീസിലും വരുന്ന ഏറ്റവും വലിയ ഡിഫറൻസ് ആണ് ആ ഒരു ഡിവൈസിൽ വരുന്ന ആ ഒരു ചിപ്സെറ്റ്. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു സങ്കടവുമുണ്ട്. കാരണം നമ്മുടെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഒരു ഇന്നോവേറ്റീവ് കമ്പനിയായിരുന്നു. ഇന്നോവേറ്റീവ് കമ്പനിയാണ് ഇപ്പോഴും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ ഒരു സാധനം ഇറക്കിയാൽ, അതായത് ഇപ്പോഴും കോപ്പി അടിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, ആപ്പിളും കോപ്പി അടിക്കുന്നുണ്ട്. പക്ഷേ ആപ്പിൾ എന്തിറക്കുന്നോ അത് നോക്കി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വേൾഡ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആപ്പിൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊണ്ടുവന്നത് ഈ ഒരു 2022-ലാണ്. ഇപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടൈം എന്ന് ആപ്പിൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ, വാൾപേപ്പർ കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ആയിക്കോട്ടെ, എന്തായാലും ആപ്പിൾ കൊണ്ടുവന്നു, കുറച്ച് ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നു. പക്ഷേ ഇറ്റ്സ് ലേറ്റ്. അതാണ് കാര്യം പറയുന്നത്. നമ്മുടെ നാലാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ ക്യാമറയുടെ കാര്യം. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ എന്താണ് ഇതിൽ ഇത്രയും വലിയ തെറ്റ്? 48 MP കൊണ്ടുവന്നു, ഏറ്റവും ബെറ്ററായ വീഡിയോ ക്യാമറ ഉണ്ട്, അതേപോലെ നല്ലൊരു ഫോട്ടോഗ്രാഫി ക്യാമറയുണ്ട്.
എന്താണ് ഈ പറഞ്ഞ ഐഫോണിൻ്റെ ക്യാമറയിൽ എനിക്ക് പറയാനുള്ള ആ ഒരു ബാഡ് ഇംപ്രഷൻ? ആ ഒരു ക്യാമറയുടെ സ്പെക്കോ കാര്യങ്ങളോ അല്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ എന്ത് സെറ്റിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത്? ഒരു പോർട്രേറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് മാറ്റുന്നതോ, അല്ലെങ്കിൽ ക്യാമറ സ്റ്റൈല് മാറ്റുന്നതോ? എത്രയൊക്കെ ആയാലും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന ക്യാമറയിൽ ഒരു മോർ എന്നുള്ള ഓപ്ഷനും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രോ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ്സും. ഈ ഒരു പ്രോ സെറ്റിങ്സ് ഐഫോൺ 14 പ്രോയിലും 13 പ്രോയിലും മാത്രമുള്ളെങ്കിൽ പോലും നമുക്കത് സമാധാനമായിരുന്നു. കാരണം നമ്മുടെ ഈ പ്രോ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറ സെറ്റപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന വൈറ്റ് ബാലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, ISO കൺട്രോൾ ചെയ്യാൻ, ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ, അപ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ എന്നീ പറഞ്ഞ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ക്യാമറ സെറ്റപ്പ് ഐഫോണിൽ ഇംബിൾഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഐഫോൺ ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റീവായിട്ട് സൺലൈറ്റും ബാക്കി കാര്യങ്ങളും ഫ്ലാഷ് ലൈറ്റും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മാനുവൽ സെറ്റപ്പും കൂടെ ഐഫോണിൻ്റെ ക്യാമറയിൽ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി മൈൻഡ് ബ്ലോവിങ്. അതാണ് ഞാൻ പറഞ്ഞത്. ഐഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലും നമുക്ക് ചെറിയൊരു മാറ്റം, ചെറുതല്ല അത്യാവശ്യം നല്ലൊരു മാറ്റവും ആപ്പിള് വരുത്താനുണ്ട്. അതേപോലെ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന ഐഫോണിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതും ഈ ഒരു ക്യാമറയിൽ വരുന്ന ഒരു കാര്യമാണ്. ആ ഒരു വീഡിയോ റെക്കോർഡിങ് നമ്മുടെ ആപ്പിളിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഒരു സോഫ്റ്റ്വെയർ പരമായ ഒരു അപ്ഡേഷൻ മതി. പക്ഷേ ഇപ്പോഴും ആപ്പിള് ആ ഒരു അപ്ഡേഷനും നമ്മുടെ ഐഫോണിൽ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ അഞ്ചാമത്തെ കാര്യമാണ് നമ്മുടെ ഈ പറയുന്ന ചാർജിങ് വയർ. ചാർജിങ് വയർ എന്ന് പറയുമ്പോൾ ചാർജിങ് വയർ മാറ്റാനാണ് ഞാൻ പറയുന്നത്. അല്ല ചാർജിങ് വയറിന് കംപ്ലൈൻറ്റ് ഇല്ല, ചാർജിങ് പോർട്ടിന് കംപ്ലൈൻറ്റ് ഇല്ല. നമ്മുടെ ഈ പറയുന്ന മാക്ബുക്ക്, ഈ പറയുന്ന ഐപാഡ്, അതേപോലുള്ള വലിയ വലിയ ഡിവൈസുകൾ എല്ലാം USB-C ടൈപ്പിലാണ് റൺ ചെയ്യുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ നമ്മൾ പ്രോറസിൽ ഫോർമാറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വുഡ് ബി ടേക്ക് എ ബഞ്ച് ഓഫ് ടൈം. പക്ഷേ ഈ പറഞ്ഞ C ടൈപ്പ് നമ്മളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു C ടൈപ്പ് ഡാറ്റ ട്രാൻസ്ഫറിങ് ഏറ്റവും ബെറ്റർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഈ പറഞ്ഞ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂറോപ്യൻ കമ്മീഷൻ ഇപ്പോൾ ആപ്പിളിനെതിരെ കേസ് കൊടുത്തത്. ആ പറയുന്ന എല്ലാ ഡിവൈസുകൾക്കും നമുക്ക് ഇനി മുതൽ ഒരു USB-C ടൈപ്പ് ചാർജിങ് വേണമെന്ന്. കാരണം ആപ്പിളിൽ ഇനി വരാൻ പോകുന്ന ഐപാഡിലും കൂടെ നമുക്ക് ഈ പറഞ്ഞ USB-C വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഒരു ഐപാഡ് സീരീസിലും USB-C നമുക്ക് കിട്ടും. ഇപ്പോഴും ആപ്പിള് ലൈറ്റ്നിങ് പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന യൂണിവേഴ്സൽ ചാർജിങ് വയറില്ലാത്തത്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എനിക്കൊരു മാക്ബുക്ക് ഉണ്ട്. ഞാൻ ആ മാക്ബുക്കിൽ യൂസ് ചെയ്യുന്നത് C ടൈപ്പ് ചാർജറാണ്. നമ്മൾ ഈ പറയുന്ന മാക്സേഫ് ഉണ്ടെങ്കിൽ നമുക്ക് C ടൈപ്പ് ചാർജറിൽ കൂടെ ആ ഒരു മാക്ബുക്ക് ചാർജ് ചെയ്യാം. നമ്മുടെ ഐപാഡ് നമുക്കിപ്പോൾ ഈ പറയുന്ന USB-C ടൈപ്പ് ചാർജർ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ നമ്മൾ 2 പെയർ ചാർജിങ് വയർ നമ്മൾ കൊണ്ടുപോകണം ഇല്ലേ? ലൈറ്റ്നിങ് കൊണ്ടുപോകണം, അതേപോലെ നമ്മൾ USB-C കൊണ്ടുപോകണം. ഈ USB-C മാത്രമാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും നമ്മുടെ ചാർജർ നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു ആൻഡ്രോയിഡ് യൂസറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ചാർജിങ് വയർ യൂസ് ചെയ്ത് ഒരു എമർജൻസി ബാറ്ററി ബാക്കപ്പ് ആയിട്ട് നമുക്ക് ആ പറഞ്ഞ ചാർജിങ് വയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതും നമ്മുടെ ഈ പറഞ്ഞ ഐഫോണിൽ ഏറ്റവും അധികം ആൾക്കാരും, അതായത് ഏറ്റവും കൂടുതൽ യൂസേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ചാർജിങ് വയറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബാഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എനിക്കറിയാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ തൊട്ട് താഴത്ത് കമൻ്റായിട്ട് തന്നെ പൊങ്കാലിടാൻ വരും. എന്നാലും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒരു വട്ടം ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കില്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളും ഈ ഒരു കാര്യം ഒരു വട്ടമെങ്കിലും ലൈഫിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണ് എന്ന് കരുതുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാർക്കും, അതായത് പ്രത്യേകിച്ച് ആപ്പിൾ ലവേഴ്സിന് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക.
അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്ത് ഒരു മെമ്പറായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും ഇപ്പോൾ തന്നെ മാറുക. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും പുതിയ ലീക്സും റൂമേഴ്സും കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.